ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ. മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം. ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം. ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല. പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശ വ്യൂഹം തുടരുന്ന പടയോട്ടമൂനം. തട്ടാതെ ചീറും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു ഇവിടെ മതവും വിശ്വാസവും ആപത്തല്ല. ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നതും ഒരു പ്രശ്നമല്ല. അന്യമതത്തെ സംഗീതം പോലെ അവന് കരുതാൻ കഴിയുന്ന സഹിഷ്ണുതയുണ്ടോ, അതാണ് തികഞ്ഞ ദൈവവിശ്വാസി, തികഞ്ഞ മതവിശ്വാസി എന്നാണ് ഓരോ മതപ്രവാചകന്മാരും മതഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ സുന്നി വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത യൗവനത്തിൻ്റെ പ്രസരിപ്പും വൃദ്ധത്വത്തിൻ്റെ വാർദ്ധക്യമല്ല അനുഭവ സമ്പത്തും. ഇത് രണ്ടും ഇടകലർന്ന അനുഭവ സമ്പത്തിൻ്റെ പര്യായമായ ഒരു സംഘടിത ശക്തിയാണ്. തീർച്ചയായും അത് നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. തിന്മയ്ക്കെതിരായി അതിൻ്റെ ഊർജം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഇന്ന് സമൂഹത്തിലെ തിന്മകൾക്കെതിരായി, അനീതിക്കെതിരായി, അധാർമികതക്കെതിരായി, അഴിമതിക്കെതിരായി, കൊള്ളരുതായ്മകൾക്കെതിരായി പൊരുതാനുള്ള മനസ്സാണ് എൻ്റെ യൗവനമെന്ന് ഏറ്റുവിളിക്കാൻ കഴിയുന്ന മാനവിക മൂല്യം ഈ ജാഥയിലൂടെ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഈ നാട് നിങ്ങൾക്ക് നൽകുന്ന വരവേൽപ്പ്. ആ വരവേൽപ്പിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ് എല്ലാറ്റിനും അപ്പുറം. അതുകൊണ്ട് വൃദ്ധൻ ജാഥ നയിക്കുന്നുവോ, യുവാവ് ക്യാപ്റ്റൻ ആകുന്നുവോ എന്നതല്ല പ്രശ്നം. പിന്നെയോ മാനവികത എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ തല നരക്കാത്ത യൗവനത്തിന്റെ പ്രസരിപ്പോടെ തല നരക്കുക ഒരു വൃദ്ധത്തിന്റെ അനുഭവ കരുത്തോടെ, ഒപ്പം ദുഷ്പ്രഭുത്വത്തിനെതിരായി മുട്ടുമടക്കാത്ത ശീലത്തോടെ, അഴിമതിക്കെതിരായി, അധാർമികതക്കെതിരായി, അനീതിക്കെതിരായി, അസത്യത്തിനെതിരായി, ഒപ്പം വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിക്കാം. ആ ഒരുമയാണ് മാനവികത എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ. കാന്തപുരം നയിക്കുന്ന കേരള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശലക്ഷ്യങ്ങളും സന്ദേശവും എന്താണെന്നൊരു മുഖവര നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ പ്രചാരകന്മാരും പ്രയോക്തക്കാരുമായിട്ടുള്ള നിങ്ങൾക്ക് ആ സന്ദേശത്തിൻ്റെ ആന്തരികമായ ചൈതന്യവും അർത്ഥവുമൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാകും എന്നതുകൊണ്ട് ഞാനതിനെക്കുറിച്ച്
ഒരു വിഷയം നൽകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ യാത്രയിലൂടെ ഉന്നയിക്കപ്പെടുന്ന സന്ദേശം മാനവിക സന്ദേശമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ, മാനവികതയുടെ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി ബന്ധമുള്ള, ഇസ്ലാമിക ചരിത്രവുമായി ബന്ധമുണ്ട്. ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരമൊരു കേരള യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ഞാൻ ആദ്യമായും അഭിവാദനം ചെയ്യുകയാണ്. നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളിലെ സംഘർഷങ്ങളും സംഘാതങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്കറിയും. അത് ലോകവ്യാപകമായി നമ്മുടെ മഹാരാജ്യം ഉൾക്കൊള്ളുന്ന ലോകവ്യാപകമായി എല്ലാ രംഗങ്ങളിലും ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് മനുഷ്യത്വത്തിനും മാനവികതയ്ക്കുമെതിരെയുള്ള സംഘർഷങ്ങളാണ്, സാമ്രാജ്യത്വത്തിൻ്റെ അട്ടഹാസങ്ങളാണ്. ആദമിന്റെ സന്തതികൾക്ക് ഈ മഹത്വങ്ങളൊക്കെ നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന് ഏറ്റവും നല്ല ബുദ്ധിയും ചിന്തയും ആത്മാർത്ഥതയും എല്ലാം നൽകി. മനുഷ്യനെ ഏറ്റവും നല്ല പ്രകൃതിയിൽ പടച്ചു, ആശ്ചര്യമുള്ള ജീവിയായി പടച്ചു. അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ഉന്നതനായ മനുഷ്യൻ എന്തിനാണ് കലഹിക്കുന്നത്? എന്തിനാണ് തെറി പറയുന്നത്, ചീത്ത പറയുന്നത്? ഇത് ചിന്തിക്കേണ്ടതല്ലേ, ചിന്തിപ്പിക്കേണ്ടതല്ലേ? അതാണ് ഞങ്ങൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വർഗീയ കലാപമുണ്ടായാൽ ഓടിച്ചെന്ന് ഹിന്ദുക്കളുടെ 4 ഷോപ്പിന് തീ കൊടുത്തു, അല്ലെങ്കിൽ അവിടെ കയറി കൊള്ള ചെയ്തു. അതിന് ഇപ്പുറത്ത് മുസ്ലിംകളുടെ 10 ഷോപ്പിന് തീ കൊടുത്തു. അപ്പോൾ മറുഭാഗത്ത് വേറെയും കൊടുത്തു. ഇങ്ങനെ 100 കണക്കിന് ഷോപ്പുകൾ കത്തി നശിച്ചു, ആളുകൾ വെന്തു മരിച്ചു, ആളുകൾക്ക് കുത്തേറ്റു. ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഇതുകൊണ്ട് ആർക്ക് ഗുണമുണ്ട്? വ്യക്തികൾക്ക് ഗുണമില്ല, നാടിന് ഗുണമില്ല, രാജ്യത്തിന് ഗുണമില്ല, മതത്തിന് ഗുണമില്ല, പ്രസ്ഥാനത്തിനും സംഘടനക്കും ഒന്നിനും ഗുണമില്ല. അപ്പോ ആർക്കും എവിടെയും ഒരിക്കലും ഗുണമില്ലാത്ത ഈ വർഗീയ കലാപമുണ്ടാക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോയിട്ടില്ലേ? നാം ചിന്തിക്കേണ്ടതാണ്. തീർച്ച അധപ്പതിച്ചു പോയിരിക്കുന്നു. മൃഗം അങ്ങനെ ചെയ്യാറില്ല. മൃഗങ്ങൾക്ക് അത്തരത്തിലുള്ള കുബുദ്ധിയില്ല. എങ്കിൽ ഈ മനുഷ്യർ മൃഗത്തെക്കാളും അധപ്പതിച്ച ബൽഹും അളല്ലു, അവർ മൃഗങ്ങളെക്കാൾ വഴിപെടുത്തവരാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഭാഗത്തേക്ക് മനുഷ്യൻ താഴ്ന്നു പോകുന്നുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും പറയുന്നത്, നാം ഒന്നിക്കുക, നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. എന്തിന്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശയം നിങ്ങൾക്ക് നിലനിർത്താം. ഹൈന്ദവർക്ക് ഹിന്ദു ആശയം വിശ്വസിച്ച് നിലനിൽക്കാം, ക്രൈസ്തവർക്ക് അവരുടെ ആശയം നിലനിർത്താം, മുസ്ലിം സമുദായം ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കണം. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഈ മാനവികത, മനുഷ്യനെ മനുഷ്യനായി കാണണം, ധാർമ്മിക ബോധം ഇവിടെ ഉണ്ടാവണം, ധാർമ്മിക ചിന്തയുണ്ടാവണം,
മനുഷ്യൻ അധാർമികതയിലേക്ക് പോകരുത്, അരാജകത്വത്തിലേക്ക് പോകരുത്, അധമനായി പോകരുത്. മനുഷ്യൻ മനുഷ്യനായി ഉത്കൃഷ്ട ജീവിയായി തന്നെ ജീവിക്കണം. ഇതിനു വേണ്ടി ബോധവൽക്കരണം നടത്താൻ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക, ഒറ്റക്കെട്ടായി നീങ്ങുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രിസ്തീയ സഹോദരങ്ങളോട്, മതമുള്ളവരോടും മതമില്ലാത്തവരോടും വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതിൽ നിങ്ങളെല്ലാവരും ഒന്നിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. എന്നിട്ട് ഇതിനെതിരായി ആരെങ്കിലും അവിടെയും ഇവിടെയും അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അവരെ എല്ലാ ജനങ്ങളും കൂടി ഒറ്റപ്പെടുത്തുക. അവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടും നന്നാകുന്നില്ലെങ്കിൽ അവരെ നാം കൈവടിയുക. ആ നിലക്ക് നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, കേരളത്തിന് ഒരു പ്രത്യേക പേരാണ് സാക്ഷര കേരളം. കേരളം സാക്ഷരത കൈവരിച്ചു. ഇതെങ്ങനെയാണ്? അത് ഗവൺമെൻറ് അതൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ മറുഭാഗം എതിർത്തില്ല, പ്രതിപക്ഷം എതിർത്തില്ല, പ്രതിപക്ഷം സഹകരിച്ചു. പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷമായപ്പോൾ നേരത്തെയുള്ള ഗവൺമെൻറ് എതിർത്തില്ല. ഇവിടെ എല്ലാം അങ്ങനെയാണല്ലോ, എതിർക്കല. ഭരണപക്ഷം എന്ത് പറഞ്ഞാലും പ്രതിപക്ഷം എതിർക്കുക, പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും ഭരണപക്ഷം എതിർക്കുക. ഇങ്ങനെയൊരു സ്വഭാവം നമ്മുടെ നാട്ടിൽ വളരെ അധികമുണ്ട്. അതങ്ങ് മാറ്റിവെച്ചുകൊണ്ട് സാക്ഷരതയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും പ്രവർത്തിച്ചപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സാക്ഷര കേരളം എന്ന് പറയാൻ അഭിമാനത്തോടുകൂടി ലോകത്തെവിടെ ചെന്നാലും കേരള ജനത സാക്ഷരതയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ചില്ലേ? ഇത് ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആര് ഭരിച്ചാലും ഭരിക്കുന്ന ഗവൺമെൻറ് ഇവിടെ സമാധാനം നിലനിർത്താൻ, ഐക്യം നിലനിർത്താൻ, സാമുദായിക സംഘടനവും സാമുദായിക വേർതിരിവും ഇല്ലാതെയാക്കാൻ ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കുകയും അതിന് സംവിധാനമുണ്ടാക്കുകയും ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്ന പദ്ധതിയോട് ഞങ്ങൾ തീർച്ചയായും സഹകരിക്കും, ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും സഹകരിക്കും എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.